ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും 5 മിനിറ്റ് കൊണ്ട് കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ല കിട്ടില്ല ടേസ്റ്റുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് കുറച്ച് ബ്രെഡാണ് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കളഞ്ഞിട്ടെടുക്കുക. ഈ ഒരു ബ്രൗൺ പോർഷൻ ഇതിലേക്ക് ആവശ്യമായിട്ടില്ല. പിന്നെ നിങ്ങൾ എടുക്കുന്ന ട്രേക്ക് അനുസരിച്ച് ബ്രെഡിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകും. ഇതുപോലെ 4 സൈഡും മൊത്തത്തിൽ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു പുഡിങ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് ട്രേ ആണുള്ളത് അതെടുത്താൽ മതിയാകും. ഏതായിരുന്നാലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ എടുക്കുന്ന ട്രേക്ക് അനുസരിച്ച് ബ്രെഡിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകും. ഇനി കട്ട് ചെയ്ത് വെച്ചുള്ള ബ്രെഡ് ഇതുപോലെ താഴ് ഭാഗത്തായിട്ട് നിരത്തിട്ടങ്ങ് വെച്ച് കൊടുക്കാം. എല്ലായിടത്തും കവറാവുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ ഒരു ലെയർ മൊത്തത്തിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ, ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. 500 ml ഒരു പാക്കറ്റ് പാൽ ഇവിടെ മൊത്തത്തിലെടുത്തിട്ടുണ്ട്. പിന്നെ പാലെടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെ എടുക്കണം. അപ്പോഴാണ് പുഡിങ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കറക്റ്റായിട്ടുള്ള മധുരമാണ് ഉള്ളത്. ഇത്രയും മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാരൻ്റെ അളവ് കുറച്ചിട്ടും ചേർക്കാവുന്നേ ഉള്ളൂ. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. നല്ല പോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് വന്നാൽ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. വനില ഫ്ലേവറാണ് എടുത്തുള്ളത്. പിന്നെ കസ്റ്റേർഡ് പൗഡർ എടുക്കുമ്പോൾ ഒത്തിരി കുത്തി നിറച്ചിട്ട് എടുക്കണ്ട. ഇനി എല്ലാം കൂടെ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു രീതിയിൽ ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഈ ഒരു കസ്റ്റേർഡ് ഒന്ന് കട്ടിയാക്കിയിട്ട് എടുക്കാം. പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ കൈ വെക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റേർഡ് പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഇതൊന്ന് കട്ടിയായിട്ട് വരട്ടെ. ഈ ഒരു രീതിയിൽ നല്ല പോലെ തിക്കായി വന്നിട്ടുണ്ട്. ഒരു തിക്നെസ്സിൽ വേണം എടുക്കാനായിട്ട്. ഒത്തിരി കട്ടിയാക്കി എടുക്കണ്ട. ഇനി നല്ല പോലെ ഒന്ന് തിളച്ചിട്ട് വരട്ടെ. ഇതിവിടെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ റോ ടേസ്റ്റ് മാറിയിട്ട് വരുള്ളൂ. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിന് മുകളിലൂടെ പകുതി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ചൂടോട് കൂട്ടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് സോക്കായിട്ട് വരില്ല. പകുതിയോളം ചേർത്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ. ഇനി ഇതിൻ്റെ മുകളിൽ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ലെയറായിട്ട് മൊത്തത്തിൽ കവറാവുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലൂടെ ബാക്കിയുള്ള മിക്സ് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുമ്പോൾ നല്ല പോലെ ചൂടുണ്ടായിരിക്കണം. അഥവാ ചൂടാറിയെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ചൂടാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതൊന്ന് സെറ്റ് ആവുന്ന സമയം കൊണ്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇത്രയും മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡിൻ്റെ അളവ് കുറച്ചിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. കൂടെ തന്നെ ഇതിലേക്ക് ഫ്രഷ് ക്രീമും കൂടെ ആവശ്യമായിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം എടുത്താലും മതിയാകും. പക്ഷേ ഏറ്റവും ടേസ്റ്റ് ഫ്രഷ് ക്രീം വെച്ചിട്ട് ചെയ്യണത് തന്നെയാണ്. എല്ലാം കൂടെ നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതിയാകും. ഈ ഒരു രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നേരത്തെ സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ഒരു പുഡിങ് ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിന് മുകളിലൂടെ ഈ ഒരു ക്രീം മിക്സ് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. എല്ലായിടത്തും കവറാവുന്ന രീതിയിൽ വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ബദാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതിയാകും. പിന്നെ ഇതുപോലെ നട്ട്സൊക്കെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഓവർനൈറ്റ് നല്ല പോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഒട്ടും സമയമില്ലാന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടെങ്കിലും സെറ്റ് ചെയ്തിട്ട് എടുക്കാം. പുഡിങ് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തണുപ്പിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല പോലെ തണുപ്പിച്ചെടുക്കണം. എന്നാലേ ആ ഒരു മുകളിലുള്ള ക്രീമൊക്കെ നല്ല പോലെ സെറ്റായിട്ട് കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിട്ടില്ല ടേസ്റ്റുള്ള പുഡിങ്ങാണിത്. പിന്നെ ഇത് ഒത്തിരി കട്ടിയായിട്ടുള്ള ഒരു പുഡിങ് അല്ല. ആ ഒരു മുകളിലുള്ള ഒരു ക്രീം ഫില്ലിങ് ജസ്റ്റ് നല്ല പോലെ ക്രീമി ആയിട്ടാകും ഉണ്ടാകുക. ഒത്തിരി കട്ടിയായിട്ട് വരില്ല. ഇതുപോലെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്.
ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്